ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേലമാങ്ങയാണ്. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് നമുക്കൊന്ന് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് കുറച്ച് കല്ലുപ്പിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ തൊട്ടടുത്ത ദിവസമാണ് ഇത് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അമ്മയാണ് മെയിൻ സ്പെഷ്യലിസ്റ്റ് ഇതിൻ്റെ കേട്ടോ. അച്ചാറിൻ്റെ അത്രയും അടിപൊളിയാണ് അമ്മ അച്ചാർ ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസമാണ് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു. അതിലോട്ട് നമ്മൾ കുനുകുന അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ചീരാമുളകാണ് കേട്ടോ അത് ചീരാമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിൻ്റെ പച്ചച്ചോവ വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി പൊടികളൊക്കെ ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതിലോട്ട് ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക. ഇതൊരു കഷ്ണം കായമാണ്. കായം ഒന്ന് അലിഞ്ഞ് വരണം. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തന്നെ ഇളക്കി കൊടുത്താൽ തന്നെ അത് അലിഞ്ഞ് പോകും കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കായം ഒന്ന് അലിഞ്ഞ് വരാനുള്ളൊരു സമയം കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മാങ്ങ ആഡ് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ തലേന്ന് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മാങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അച്ചാർ നമ്മളിങ്ങ് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുക് നമ്മൾ അമ്മീൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താണ്, അതാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. പച്ചക്കടുകാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. നമ്മുടെ വേ ഓഫ് സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറിൻ്റെ ചെറിയൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പക്ഷെ നമ്മൾ വേ ഓഫ് സ്റ്റൈൽ ഉണ്ടാക്കുന്ന അതൊന്നും നമ്മൾ റെസിപ്പിയായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. വളരെ ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ അമ്മയുടെ അച്ചാറിൻ്റെ വലിയൊരു ഫാനാണ്. ഇതുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ചോറ് കഴിക്കും. എനിക്ക് എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്നൊരു സാധനമാണ് അച്ചാർ. അത്രയും ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അമ്മ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സുറുക്കയും അതുപോലെ തന്നെ കടുക് ചതച്ചതും അതെല്ലാം കൂടെ ഇതിലൊന്ന് സെറ്റായിട്ട് വരണം കേട്ടോ. എനിക്കിത് അമ്മ ഇളക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ ഒരു സ്പൂൺ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്കിത് ഒരു ബോട്ടിലോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ കുറച്ചായിട്ട് എടുത്ത് അമ്മ ബോട്ടിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് മെയിൻ കഴിക്കുന്ന ആൾ ഞാൻ തന്നെയാണ് കേട്ടോ. ഈ അച്ചാർ തീർക്കുന്ന ആൾ ഞാൻ തന്നെയാണ് ഇവിടെ. അങ്ങനെ ഒരു ബോട്ടിലോട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയായിരുന്നു നമുക്ക് അച്ചാർ കിട്ടിയിട്ടുണ്ടായിരുന്നു.